ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പരാതിക്കാരിയുടെ സത്യവാങ്മൂലം. തന്നെ ഭീഷണിപ്പെടുത്തി രാഹുൽ നഗ്ന വീഡിയോ ചിത്രീകരിച്ചു. പ്രതിക്ക് മുൻകൂർ ജാമ്യം നൽകിയാൽ ഈ നഗ്ന ദൃശ്യങ്ങൾ പുറത്താക്കുമെന്ന് ഭയമുണ്ടെന്നും ഹൈക്കോടതിക്ക് നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. മുൻകൂർ ജാമ്യം നിഷേധിച്ച വിചാരണ കോടതി വിധി ചോദ്യം ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. നിതിൻ, ഈ രാഹുലിനെ കുറിച്ച് അറിയുന്ന ഓരോ വിവരവും നമ്മളിൽ നടുക്കമുണ്ടാക്കുന്നു. പറയൂ. ഗുഡ് മോർണിംഗ്. SKN സൂചിപ്പിച്ചപ്പോൾ തന്നെ നടുക്കുന്ന വിവരങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ഓരോ കേസുകളിൽ നിന്നും പുറത്തുവരുന്നത്. ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ, ആദ്യ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ ഇരിക്കുകയാണ്. ഇതിനു മുന്നോടിയായി തന്നെയാണ് ഇപ്പോൾ ഈ പരാതിക്കാരി അതിജീവിത ഇതിലൊരു സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. നേരിട്ടത് ക്രൂരമായ ബലാത്സംഗം എന്നാണ് ഈ ആദ്യ കേസിലെ പരാതിക്കാരി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മുൻകൂർ ജാമ്യം നിശ്ചയിച്ച് വിചാരണ കോടതി വിധി ചോദ്യം ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിശോധിക്കാനിരിക്കുകയാണ്. ഇത്തരമൊരു സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. ഭീഷണിപ്പെടുത്തി നഗ്ന വീഡിയോ ചിത്രീകരിച്ചു. ആ നഗ്ന വീഡിയോ ഇപ്പോഴും രാഹുലിന്റെ പക്കലുണ്ടെന്നും പ്രതിക്ക് മുൻകൂർ ജാമ്യം നൽകിയാൽ നഗ്ന ദൃശ്യങ്ങൾ പുറത്താകുമെന്ന ഭയം തനിക്കുണ്ടെന്ന് ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നു. അതോടൊപ്പം തന്നെ ഗർഭചിത്രം നടത്തിയത് ഭീഷണിപ്പെടുത്തിയാണെന്നും പറയുന്നുണ്ട്. സുഹൃത്ത് ജോബി എത്തിച്ച ഗുളികകൾ കഴിച്ചത് വീഡിയോ കോളിലൂടെ രാഹുൽ അത് ഉറപ്പാക്കി. അതായത് ഈ ഗർഭചിത്ര ഗുളികകൾ അത് ഈ പരാതിക്കാരി അല്ലെങ്കിൽ ഈ അതിജീവിത കഴിച്ചു എന്നുള്ളത് ഉറപ്പാക്കി വീഡിയോ കോളിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉറപ്പാക്കിയതാണ് പറഞ്ഞിരിക്കുന്നത്. ബലാത്സംഗത്തിനിടെ ഏറ്റ സാരമായ പരിക്കുകൾ വ്യക്തമാക്കുന്ന ചിത്രങ്ങളും ഇന്നിപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അത് ശക്തമായ സത്യവാങ്മൂലം, അതായത് ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് ശക്തമായ വാദങ്ങളാണ് ഇപ്പോൾ ഈ അതിജീവിത ഇതിപ്പോൾ കോടതിയെ സത്യവാങ്മൂലത്തിൽ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഭീഷണി വെളിവാക്കുന്ന ചാറ്റുകളും ശബ്ദ സന്ദേശങ്ങളും സത്യവാങ്മൂലത്തിനൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. വിചാരണ കോടതിയും ഹൈക്കോടതിയും തെറ്റിദ്ധരിപ്പിക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിക്കുന്നത്. അതിനെ തെറ്റായ കാര്യങ്ങൾ ഇപ്പോൾ ഹൈക്കോടതിയിലും അതോടൊപ്പം തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ശക്തമായ രീതിയിൽ തന്നെ ഈ ഒരു കേസിൽ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തും ഇടപെടൽ വേണമെന്നൊരു ആവശ്യമാണ് എന്തായാലും അതിജീവിത മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു വന്നാൽ സ്വാഭാവികമായിട്ടും ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെയും അതിജീവിതയെ തനിക്കും ഭീഷണിയുണ്ടെന്ന ഒരു കാര്യം ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ആദ്യ രണ്ട് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിരുന്നില്ല. പക്ഷേ ഇതിനിടയിലാണ് മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലാവുകയും ജയിലിൽ പോകുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിനിടയിലാണ് ഇപ്പോൾ ആദ്യ കേസിലെ മുൻകൂർ ജാമ്യം ഇപ്പോൾ കോടതി പരിഗണിക്കാനിരിക്കുന്നത്. സെഷൻസ് കോടതി ആദ്യം ഈ ജാമ്യം തള്ളിയിരുന്നു. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിൽ വന്ന് അറസ്റ്റ് തടഞ്ഞ ഒരു ഹൈക്കോടതിയിലും അറസ്റ്റ് തടഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇതിനിടയിൽ ഇപ്പോൾ ശക്തമായ വാദങ്ങൾ നിർത്തിയാണ് ഇപ്പോൾ ഈ സത്യവാങ്മൂലം ഈ അതിജീവിത ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതിജീവിതയ്ക്ക് വേണ്ടി ഹാജരാകുന്നത് അഡ്വക്കേറ്റ് ജോൺ എസ് റാൽഫ് അഭിഭാഷകനാണ്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.